അസ്സലാമലൈക്കും. മാണിക്ക കലിഞ്ച് പുകിലുള്ള എല്ലാവർക്കും സുഖമല്ല. അൽഹംദുലില്ലാ എനിക്ക് സുഖമായിട്ട്. ഇന്നലെ പിന്നെ ഒരു 1:30-1:45 ആയപ്പോഴേ മാമ വന്നിട്ട് ഇഞ്ച ഡോറും മുട്ടിയിട്ട് റോഡ് മുട്ടിയപ്പോൾ ഞാൻ ഉറക്കത്തിലേന്ന് കുറേ നേരം മുട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഡോർ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വേഗം പെട്ടെന്ന് പർദ്ദ എടുത്തിടാൻ പറഞ്ഞു, അബായ ഇടാൻ പറഞ്ഞു കേട്ടോ. അതിൽ ഞാൻ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നോട് കുട്ടികളെയും കൊണ്ട് പോകാനാണ് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി അബായൊക്കെ ഇട്ട് കുട്ടികളൊക്കെ അറബിയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ കാറിൽ കയറി പോയിട്ട് ബോട്ടിലാണ് കേട്ടോ പോണത്. ഇവർക്ക് ബോട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ പോകുമ്പോൾ പകുതി മുക്കാലൊക്കെ എത്തിക്കണമെന്നു. കഷ്ടകാലം നല്ലാതെ ഇപ്പോൾ എന്താ പറയുന്നത്, നട്ടപ്പാതിരാക്ക് ഉറക്കത്തുനിന്ന് കണ്ണും നീച്ച് പോയതാണ്, കണ്ണും തിരുമ്പി പോയതാണ്. മുക്കാലൊക്കെ എത്തിയപ്പോൾ ബോട്ട് എങ്ങനെയും ബോട്ട് മുന്നോട്ട് പോകണമില്ല, എന്താ സ്റ്റക്കായി നിന്നു. അതിൽ ലാസ്റ്റ് കുറേ ശ്രമിച്ചു തോന്നുന്നു. നമുക്കാണെങ്കിൽ ഇതെന്താ ചോദിച്ചത്, എന്താണെന്ന് മാത്രം ചോദിച്ചു, ബാക്കിയൊന്നും സംസാരിക്കണം. അതിനൊന്നും തീരെ നമ്മളെ ഭാഷ അറിയില്ല, അറബിക്കൊന്നും. അതിൽ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അതെന്താണെന്നറിയില്ല. കുറേ നേരം നിന്നു. പിന്നെ കുട്ടികൾക്കും ബേജാറായി, എനിക്കും ബേജാറായി, കുട്ടികൾ ആകെ ഇതായി. എന്നിട്ട് ലാസ്റ്റ് അനിയനെ വിളിച്ചു. അനിയൻ വേറെ ഇതോട്ട് വന്നിട്ട് ഞങ്ങൾ മറ്റേക്ക് കയറി. പിന്നെ ഞങ്ങളെ ആണ് കൊണ്ടുപോയി. ഇതെന്തേ കാട്ടിയെന്നാവോ, എന്തേ കെട്ടിയടിച്ച് കൊടുത്ത് എന്തേ കാട്ടിയെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ വേറെ ബോട്ടിൽ കയറി. ഞങ്ങൾ പിന്നെ പോവുകയും ചെയ്തു. കുറേ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം അങ്ങനെ നിൽക്കും കേട്ടോ. ആകെ പേടിച്ച്, കുട്ടികളും പേടിച്ച്, ഞാനും പേടിച്ച്. ആകെ എന്തായാലും ആകെ നട്ടം തിരിഞ്ഞു. നട്ടപ്പാതിരാക്കുക അത് കൂരിട്ടത്ത് അതുകൊണ്ട് നോക്കാൻ തന്നെ പേടിയുള്ള സമയം. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് അങ്ങനെ കുട്ടികളാക്കിയിട്ട് എന്താട്ടി നേരം വെളുത്തുമ്പത്തിന് പിന്നെ കുട്ടികളെ അവിടെ ആക്കി. മരുമോളെ ഉമ്മ ഉണ്ട് അവിടെ. അപ്പോൾ ഉമ്മേനും കുട്ടികളെ അവിടെ ആക്കി ഞാനും ഇറങ്ങിയിട്ട് തിരിച്ചു പോരും ചെയ്തു രാവിലെ കേട്ടോ. എനിക്ക് പിന്നെ അവിടെ നിന്നാൽ ശരിയാവില്ലല്ലോ, ഇവിടെ മാമാൻ്റെ അടുത്ത് ആളില്ലല്ലോ. ഇപ്പോൾ രാത്രി ആവുകൊണ്ട് കുഴപ്പമില്ല, മാമ ഉറങ്ങല്ലേ വെച്ചിട്ട് എന്നെ കൊണ്ടുപോയതാണ്. അങ്ങനെ പോയിട്ട് ആകെ ഇന്നലത്തെ നട്ടപ്പാതിരാകെ സ്വയ്പ്പായി. ഒന്ന് കിടന്നിട്ടും കൂടി ഇല്ല. എന്നാലും അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. പടച്ച റബ്ബേ, അത് നമ്മളെ നാട്ടിലത്തെ കടലല്ല, തിരയൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരക്കടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞില്ല കഥ അല്ലേ. ഇപ്പം ആലോചിക്കുമ്പോൾ ചെറിയ വരുന്നത് റബ്ബേ, അന്നേരത്തെ അല്ല കേട്ടോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ തന്നെയാണ്. ഈ 2-3 ചെറിയ മക്കളും ഞാനും ഒക്കെ പാടെ അങ്ങോട്ട് പേടിച്ച് വിറച്ചും. എങ്കിലും ഇൻഷാ അല്ലാ വേഗം ചെറിയോന് വന്നിട്ട് പിന്നെ ഞങ്ങളതിക്ക് മാറ്റി. ഞങ്ങൾ പിന്നെ കുഴപ്പമില്ലല്ലോ, വേഗം പോയിട്ടോ. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവും, എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി ഇന്നലെ. നട്ടപ്പാതിരാക്കിച്ച കുട്ടികളെ ആകെ പെട്ടു, ബേജാറായി. അപ്പോൾ ഇത്രയൊക്കെയാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ. ഇവിടെയൊക്കെ പറഞ്ഞാൽ ഈ തള്ളാരെ നമ്മളെ നാട്ടിലും ഏകദേശമൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. എന്നാലും ഇവിടെ കുറച്ച് കൂടുതലാണ്. മാമാന്ന് വിളിച്ചവരെ അമ്മമാരെ പിന്നാലിന് വേറിടൂല മക്കളുടെ. ഇതെന്തോ കുതിർത്തിന് 2 ദിവസം നിന്നാണ്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയിരിക്കും ഇങ്ങനെ ചെയ്യൽ. പിന്നെ അറബി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ ഓർക്ക് സ്കൂളുണ്ടേ, അതുകൊണ്ടായിരുന്നു അവരവിടെ നിർത്തിയിരുന്നത്. ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഇവിടെ എന്താ അതിൻ്റെ ഹോളിഡേ ആണ്. അതുകൊണ്ട് പിന്നെ നാളെ മറ്റന്നൊക്കെ അവധിയല്ല. അപ്പോൾ പിന്നെ കൊണ്ടായി കൊടുത്തത്. പകൽ ചെയ്താൽ മതി, നീ നട്ടപ്പാതിരൊക്കെ കാത്തിക്കേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അമ്മക്കും കൂടി ഒരു സ്വയ്പ്പായി. ആയാലും അങ്ങനെയൊക്കെ പോയി ഇൻഷാ അല്ലാ അവിടെ എത്തിച്ച് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ചില സമയത്ത് അങ്ങനെയാണ് ഓരോരോ അബദ്ധങ്ങൾ, ഓരോരോ ഇടങ്ങാറ് വരുന്ന വഴി ഇവിടുന്ന് വണ്ടി വിളിച്ച് വരും ഓരോരോ ഇടങ്ങാറ് നമുക്കൊക്കെ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് മുത്തുമണികൾ. ഇപ്പോൾ കുട്ടികളവിടെ എത്തി സേഫായി. എന്തായാലും ഡിസ്ചാർജായിട്ട് അവരും വരും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയുള്ള മുത്തുമണികൾ. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ. നമ്മളിവിടെ ഹാപ്പി അല്ലേ അല്ലേ. പിന്നെ ഇപ്പം എന്താ, നാട്ടിൽ മക്കളും കുട്ടികളൊക്കെ നാട്ടിലിട്ടിട്ട് ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പി അല്ലേ അല്ലേ. ചോദിക്കുമ്പോൾ സുഖമാണെന്നൊക്കെ എല്ലാവരും പറയും. നമ്മളതൊക്കെ ഉള്ളിലല്ല തീയല്ലേ, പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. പുറത്തൊക്കെ ഭയങ്കര ഹാപ്പി. അങ്ങനെയല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ കാര്യം. അപ്പം മുത്തുമണികൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമലൈക്കും. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.